വിദ്യാർത്ഥികൾക്ക് കൗതുകമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാതൃകയിൽ നടത്തിയ സ്കൂൾ തെരഞ്ഞെടുപ്പ്. കൊല്ലം ജില്ലയിലെ തഴവ BJSM മഠത്തിൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബാലറ്റ് പേപ്പറിലൂടെയുള്ള പൊതുതെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയത്. രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യ പ്രക്രിയ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പൊതുതെരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ്, വോട്ടർ പട്ടികയും ബാലറ്റ് വോട്ട് രേഖപ്പെടുത്തലും വിരലിൽ മഷി അടയാളം പുരട്ടലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് വിസ്മയക്കാഴ്ചയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള വോട്ടർമാർക്ക് പോസ്റ്റൽ വോട്ടുമുണ്ടായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഉദ്യോഗസ്ഥർ, സെക്ടറൽ ഓഫീസർ, BLO ഒബ്സർവർ ഉൾപ്പെടെ പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘടകങ്ങളും വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവവിജ്ഞാനം പകർന്നു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഇത്രയും മനോഹരമായി സജ്ജീകരണം ചെയ്ത അധ്യാപകർക്ക് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും മനോഹരമായി നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS എല്ലാ വോളണ്ടിയേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. സ്കൂളിലെ എല്ലാ മണ്ഡലങ്ങളിലും, അതായത് 48 ഡിവിഷനിലും വോട്ടെടുപ്പുണ്ടായിരുന്നു. വോട്ടെടുപ്പിന് ശേഷം കൗണ്ടിംഗ് കേന്ദ്രത്തിൽ വോട്ട് നടന്നു. 10 കൗണ്ടറുകളിലായി പോസ്റ്റർ ബാലറ്റ് ആദ്യം എണ്ണി. തുടർന്ന് 5 റൗണ്ടിൽ ബാലറ്റ് ബോക്സുകളിലെ വോട്ടുകൾ എണ്ണി. ഓരോ റൗണ്ടിലും ലീഡ് നില മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പ്രഥമാധ്യാപകൻ കൂടിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അംഗീകാരത്തോടെ ഫലപ്രഖ്യാപനം നടത്തി. കുട്ടികളിൽ നേതൃഗുണവും ജനാധിപത്യ ബോധവും വളർത്തുന്നതിന് വേണ്ടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സ്കൂളിൽ മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുവാനും അവർക്ക് നല്ല നേതൃഗുണം ഉണ്ടാകുവാനും ഈ തിരഞ്ഞെടുപ്പ് ഉതകട്ടെ. സ്കൂൾ പാർലമെന്റിന്റെ ആദ്യ യോഗവും സ്കൂൾ ലീഡർ, ചെയർപേഴ്സൺ തുടങ്ങിയ സ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും അടുത്ത ദിവസം നടക്കും. തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി സ്റ്റുഡൻസ് പോലീസും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇടപെടാൻ പ്രത്യേക സേനയായി NCC കേഡറ്റുകളും സജ്ജമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.